ലാസ്റ്റ് വീഡിയോയിൽ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് കോയിൻ 75,000ലേക്ക് ഡൗൺ ഉണ്ടാവുകയും അവിടെ നിന്ന് തിരിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ത് മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒത്തിരി മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഞാൻ മെസ്സേജ് കാണാത്തതുകൊണ്ടല്ല, ആക്ച്വലി ബ്രദറിൻ്റെ മാരേജുമായിട്ട് കുറച്ച് ബിസിയാണ് ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട്. ഈ ഒരു മന്തോടെ നല്ല ബിസിയാണ്, കാരണം ഈ ഒരു മന്തിലാണ് അവൻ്റെ മാരേജ് വരുന്നത്. സോ എനിവേ നമ്മൾ എന്തായാലും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് തരാറുണ്ട്. അപ്പം നമ്മൾ എന്താണ് ആ ഒരു പറഞ്ഞ അപ്ഡേറ്റ്, ഇപ്പം നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്ന ആ ഒരു മൂവ്മെൻ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കപ്പ് ആൻഡ് ഹോൾഡർ എന്ന് പറയുന്ന പാറ്റേണിൻ്റെ പ്രകാരമുള്ളൊരു മൂവ്മെൻറ്റും ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രൈസ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ 74,000ലേക്ക് ഒരു ഡൗൺ ഉണ്ടാവും, അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് മാർക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ കറൻ്റ്ലി ബിറ്റ് കോയിൻ ഇപ്പോൾ 96,681 പ്രൈസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഒന്ന് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ഇവിടെ 1 ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ക്യാൻഡിൽ ഓപ്പൺ ആയി ക്ലോസ് ആവാൻ എടുക്കുന്ന ടൈം ഡേ ആണ്. ഇവിടെ നമുക്കിവിടെ ഒരു ഫാളിംഗ് വെജ് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് പ്രകാരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ്. ഏകദേശം നമ്മുടെ പഴയ ഓൾ ടൈം ഹൈ ആ ഒരു ഏരിയയിലേക്കുള്ള പ്രൈസ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അതായത് 1,08,185, 1,995 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇത് പ്രകാരം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചും കൂടെ വലിയ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മന്ത്ലി ചാർട്ട് എടുത്തിട്ടുണ്ട്. മന്ത്ലി ചാർട്ടിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിനിലൊരു ബ്രേക്ക് ഔട്ട് സ്ട്രെച്ചർ കിട്ടിയിട്ടുണ്ട്. നിലവിലെ ആ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രെച്ചറിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അത് പ്രകാരമൊക്കെ മൊത്തത്തിൽ ബിറ്റ് കോയിനൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ കാണുന്നത്. വരും മാസങ്ങളിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആവുന്നതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 1,24,712 എന്നുള്ളൊരു ഡോളർ എന്നുള്ള പ്രൈസ് റേഞ്ചിലേക്കൊക്കെ ബിറ്റ് കോയിനിലൊരു മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇത് ടെക്നിക്കൽ അനലൈസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഴ്സ് 1,500 രൂപയ്ക്ക് ടെക്നിക്കൽ അനലൈസ് പഠിക്കാനായിട്ട് പറ്റും. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാവും. ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 20 ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രൈസിന് കിട്ടുക. നമ്മുടെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 8,999 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജസ് അയക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചിന് ശേഷം മാത്രം, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിന് ശേഷം മാത്രം എൻട്രീസ് നോക്കുക.